ഗുഡ് മോർണിംഗ്. ഇൻസെപ്റ്റയുടെ കെമിസ്ട്രിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയാണ്. ഇലക്ട്രോ കെമിസ്ട്രിയിലെ മോളാർ കണ്ടക്ടിവിറ്റി അതിൻ്റെ കാര്യങ്ങളും കോറിലേഷൻസ് ലോ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. സെക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്നാണ്. ഇതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഓക്കെ, അപ്പോൾ ഈ ഫാരഡേയിലുണ്ട് ലോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രോളിസിസ് നടക്കുമ്പം. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ പഠിച്ചില്ലേ, അതും ഇലക്ട്രോളിസിസും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ രണ്ട് ലോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഫാരഡേ. അതിനകത്ത് ഫസ്റ്റ് ലോയെ പറഞ്ഞ പേര് ഫാരഡേസ് ഫസ്റ്റ് ലോ എന്നും രണ്ടാമത്തെ ലോയെ പറഞ്ഞ പേര് ഫാരഡേസ് സെക്കൻഡ് ലോ എന്നും ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് ലോ ഉണ്ട്. ഫാരഡേസ് ഫസ്റ്റ് ലോയും ഉണ്ട്, ഫാരഡേസ് സെക്കൻഡ് ലോയും ഉണ്ട്. ആ ലോ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ പറയുന്നുള്ളൂ: ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ്, ഒരു ഇലക്ട്രോഡിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള എമൗണ്ട്. ഓക്കെ, ഇപ്പോൾ കോപ്പർ ഇലക്ട്രോഡ് ആണെങ്കിൽ കോപ്പർ ചിലപ്പോൾ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ലിബറേറ്റ് ചെയ്യും ആണല്ലോ. അപ്പം ലിബറേറ്റ് ചെയ്യുന്നതായാലും ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള മെറ്റലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു quantity of electricity passed through the solution. Quantity of electricity passed through the solution is said directly proportional to Q, where M is directly proportional to Q, where M is the amount of substance liberated or deposited. ഒന്നുകിൽ ലിബറേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് ആണ് എം എന്ന് സൂചിപ്പിക്കുന്നത്. Q is the amount of അല്ലെങ്കിൽ amount of quantity of ഇലക്ട്രിസിറ്റി പാസ്ഡ് എത്രമാത്രം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യപ്പെടുന്നതാണ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ദെൻ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കോൺസ്റ്റൻറ്റ് ഇസഡ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, അതാണ് ഇസഡ്. വേർ ഇസഡ് ഈസ് ദ കെമിക്കൽ ഇക്വലൻ്റ് ഓഫ് ദി സബ്സ്റ്റൻസ്. അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസിനായാലും, ഇപ്പോൾ നിക്കൽ ആയിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, സിങ്ക് ആയിക്കോട്ടെ, ഏത് ഇലക്ട്രോഡിനും എന്തുണ്ടായിരിക്കും, ഒരു കെമിക്കൽ ഇക്വലൻസ് ഉണ്ടായിരിക്കും. ഒരു കെമിക്കൽ ഇക്വലൻസ് ഉണ്ടായിരിക്കും. ആ കെമിക്കൽ ഇക്വലൻസ് ആണ് എന്തായിട്ട് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്, ഇസഡ് ആയിട്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോ എന്താ പറയുന്നത്, ഫാരഡേസ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് liberated or deposited at an electrode is directly proportional to the quantity of electricity passed through the solution. Okay, proportionality മാറ്റാൻ കൊടുത്ത കോൺസ്റ്റന്റ് ആണ് എന്ത്, Z, where Z is called എന്താ പറഞ്ഞത്, കെമിക്കൽ ഇക്വലന്റ്. കെമിക്കൽ ഇക്വലന്റ് ആണ് Z. M മാസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ ലിബറേറ്റ് ചെയ്യുന്നതോ, Q എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്. ഓക്കെ, ഇനി ഫിസിക്സിനകത്തൊരു റിലേഷൻ ഉണ്ടല്ലോ, എന്തുവാ, Q is equal to I into T എന്ന് പഠിച്ചിട്ടില്ലേ, എന്താണ്, കറണ്ട് ഇൻറ്റു ടൈം ആയിരിക്കും. എന്ത് പഠിച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്യൂവിന് പകരം എന്തെന്ന് എഴുതാം, M is equal to ZIT എന്ന് എഴുതാം. എന്തെന്ന് എഴുതാം, ZIT എന്നും എഴുതാം. ഓക്കെ, വേർ Z is the amount of കെമിക്കൽ ഇക്വലൻ്റ്, I is the current passed, T is the time. അത് ടൈം സെക്കൻഡിലായിരിക്കും. ടൈം സെക്കൻഡിൽ തന്നെ വേണം പറയാൻ. ഇനി അതല്ല മിനിറ്റിലോ ഹവറിലോ തരുന്നെങ്കിൽ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റിയിട്ട് വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോ എന്താ പറഞ്ഞത്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ്. ലിബറേറ്റ് ചെയ്യുന്നതോ ഡെപ്പോസിറ്റോ ചെയ്യുന്നതോ ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എമൗണ്ട് ഓഫ് കറണ്ട് പാസ്ഡ് ത്രൂ ദി സൊല്യൂഷൻ. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞത്, എന്തുവാ പറഞ്ഞത്, കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറഞ്ഞൊരു കാര്യം പഠിച്ചല്ലേ. എന്തോ കെമിക്കൽ ഇക്വലൻ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഇസഡ് ആണ്. എന്താണ്, ഇസഡ് ആണ്. അപ്പോൾ കെമിക്കൽ ഇക്വലൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞു വെച്ചിരിക്കണം. എന്താ കെമിക്കൽ ഇക്വലൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് ഇക്വലൻ്റ് വെയ്റ്റിനെ, എന്ത് വെയ്റ്റിനെയാണ്, ഇക്വലൻ്റ് വെയ്റ്റിനെ 96500 കൂളോം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വാല്യൂ ആണെന്ത്, കെമിക്കൽ ഇക്വലൻ്റ്. അപ്പോൾ കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് ഇക്വലൻ്റ് വെയ്റ്റിനെ, സബ്സ്റ്റൻസിൻ്റെ ഇക്വലൻ്റ് വെയ്റ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഫാരഡേ കോൺസ്റ്റൻറ്റ്. 96500 കൂളോം എന്ന് പറയുന്നത് ഫാരഡേ കോൺസ്റ്റൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, കെമിക്കൽ ഇക്വലൻ്റ്. ഇതാണ് കെമിക്കൽ ഇക്വലൻ്റ്. ഓക്കെ, അപ്പോൾ M is equal to ZIT, where Z is the chemical equivalent. എങ്ങനെയാണ് കെമിക്കൽ ഇക്വലൻ്റ് കാണുന്നത്, ഇക്വലൻ്റ് വെയിറ്റിനെ ഫാരഡേ കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഏത് ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഫാരഡേസ്
ഫസ്റ്റ് ലോ. ഓക്കെ, ഇതിലോ ഫാരഡേസ് ഫസ്റ്റ് ലോ. ഇനി ഇതുപോലെ ഒരു ലോയും കൂടി ഉണ്ട് ഫാരഡേക്ക്, അതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ. എന്താണ് ഫാരഡേസ് സെക്കൻഡ് ലോ? ആ ലോ എന്തുവാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ് പറയുന്നത്. ഇപ്പം എയും ഉണ്ട് ബിയും ഉണ്ട്, രണ്ട് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ്. ലിബറേറ്റ് ചെയ്യുകയോ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, പ്രശ്നമില്ലല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് ഇൻ എ ഡിഫറെൻറ്റ് സൊല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ്. അതായത് സൊല്യൂഷനിൽ ഇരിക്കുവാണ് എയും ബിയും ആണെന്ന് കരുതുക. ഇത് എ, ഇത് ബി. എയും ബിയും രണ്ടും രണ്ടാണ്, സൊല്യൂഷനകത്താണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുമാത്രം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്, മാസ് ഓഫ് എ ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ്. ഓക്കെ, ഞാൻ അങ്ങനെ എഴുതുന്നില്ല. ദെൻ mass of B deposited or liberated. Mass of A deposited or liberated, mass divided by mass of B deposited or liberated is equal to equivalent, chemical equivalent of A divided by chemical equivalent of B. Chemical equivalent of A divided by chemical equivalent of B എന്നായിരിക്കും ഏത് ലോ പറയുന്നത്? ഫാരഡേസ് സെക്കൻഡ് ലോ പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോഡുകളിലോട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇലക്ട്രോഡിലോട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോളിസിസ് നടന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഇലക്ട്രോളിസിന് എന്തുമാത്രം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ എന്തുമാത്രം മാസ് ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ mass of A liberated or deposited divided by mass of B liberated or deposited is equal to chemical equivalent of A divided by chemical equivalent of B. ഇത് രണ്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ, നേരത്തെ പഠിച്ചത് സെയിം ആണെങ്കിലാണ്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ രണ്ട് ലോ ഉണ്ട്. ഏതൊക്കെ ലോ ആണ്? ഫാരഡേ ഫസ്റ്റ് ലോയും ഫാരഡേ സെക്കൻഡ് ലോയും. അപ്പം നമ്മൾ ഇവിടെ എല്ലാം കണ്ടത് ഈ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞൊരു സാധനമാണ് കേട്ടത് അല്ലേ? എന്തോ ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പം അത് ഇലക്ട്രിസിറ്റി തന്നെ, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയിൽ തന്നെ വരുന്ന ഭാഗമാണെങ്കിൽ പോലും ഇലക്ട്രോളിസിസ് നേരത്തെ പറഞ്ഞായിരുന്നു എന്തുവായിരുന്നു? ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടന്നിട്ട്, ഒരു റിഡോക്സ് റിയാക്ഷൻ നടന്നിട്ട് അതിനെ ഉപയോഗിച്ച്, ആ എനർജി ഉപയോഗിച്ച് ഒരു കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണെന്ത്? ഇലക്ട്രോളിസിസ്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ അതല്ല. ഇലക്ട്രോ കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോഡ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന്, റിഡോക്സ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ, അത് നമ്മൾ ആദ്യം പഠിച്ചത്. ഇപ്പോൾ ഈ ഫാരഡേയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഇലക്ട്രോളിസിസ് ആണ് പറഞ്ഞത്. ഇലക്ട്രോളിസിസ് എന്താണെന്ന് ചോദിച്ചാൽ എനർജി ഉപയോഗിച്ചിട്ട് എന്ത് നടക്കും? കെമിക്കൽ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് ചെയ്യും. അതാണ് എന്താണെന്ന് പറയുന്നത് ഇലക്ട്രോളിസിസ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഇലക്ട്രോളിസിസ് റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ഫാക്ടേഴ്സിനെ, അല്ലെങ്കിൽ ഒരു 4 ഫാക്ടേഴ്സിനെ അവിടെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് മാത്രം പഠിച്ചാൽ മതി. ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും ഇലക്ട്രോളിസിസിനെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും ഇലക്ട്രോളിസിസിനെ എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്. എന്താണ് നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്? ആരായിരിക്കും പങ്കെടുത്തത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. രണ്ടാമത് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാന്നറിയാമോ? ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്. എന്താണ്? ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്. ഏത് ടൈപ്പിലുള്ള ഇലക്ട്രോഡായിരിക്കും ഉപയോഗിച്ചത്, ഏത് ടൈപ്പിലുള്ള ഇലക്ട്രോഡുകളായിരിക്കും ഉപയോഗിച്ചതെന്നാണ് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്. നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്, ഏത് സബ്സ്റ്റൻസ് ആയിരിക്കും ഉപയോഗിച്ചത് ഇലക്ട്രോളിസിസ് നടത്താൻ, അല്ലെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. രണ്ടാമത് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് എന്ന് പറയും. എന്താണ് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് എന്ന് പറയും. മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതായത് ആ സൊല്യൂഷനകത്തോട്ട് ചിലപ്പോൾ എന്ത് കാണുമെന്നറിയാമോ? ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യാനോ, അല്ലെങ്കിൽ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാനോ കഴിവുള്ള ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അതിന് ആ സൊല്യൂഷനകത്ത് ഉണ്ടായിരിക്കും. നമ്മൾ അറിയത്തില്ല, ഇലക്ട്രോളിസിസ് നടന്നുകൊണ്ടിരിക്കുമല്ലേ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ്? നേച്ചർ ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്, ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്, ടൈപ്പ് ഓഫ് ഓക്സിഡൈസിങ് ഓർ റെഡ്യൂസിങ് ഏജൻറ്റ് ആ സൊല്യൂഷനകത്തോട്ട് പ്രസൻ്റ് ആയിരിക്കും. ഈ 3 ഫാക്ടേഴ്സ് ആയിരിക്കും ഒരു ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇലക്ട്രോളിസിസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഓരോന്നും നമുക്ക് നോക്കണം. ഓരോന്ന് നോക്കുമ്പോൾ ജസ്റ്റ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ എടുക്കുകയാണ്. സോഡിയം ക്ലോറൈഡിൻ്റെ മോൾട്ടൺ സ്റ്റേറ്റിലൊരു
റിയാക്ഷൻ നടത്തുന്നു, അതായത് സൊല്യൂഷൻ ആക്കിയിട്ടില്ല, മോൾട്ടൺ സ്റ്റേറ്റിലാണ് നടത്തുന്നതെങ്കിൽ അവിടെ എന്ത് നടക്കുമെന്ന് അറിയാമോ? സോഡിയം ആനോഡായിട്ടും ദെൻ കാഥോഡായിട്ട് ക്ലോറിനും ആക്ട് ചെയ്യും. കാഥോഡായിട്ട് ആരെയും ക്ലോറിൻ ആക്ട് ചെയ്യും. ഇനി ഇവിടെ നേരെ തിരിച്ചാണ്. ആനോഡ് റിയാക്ഷൻ എപ്പോഴും എന്താണെന്നറിയാമോ? നേരത്തെ എന്തായിരിക്കും എന്നറിയാമോ? ഓക്സിഡേഷൻ എന്നും കാഥോഡ് റിയാക്ഷൻ റിഡക്ഷൻ എന്നും അല്ലേ നമ്മൾ പഠിച്ചത്. പക്ഷേ ഈ കേസിൽ ഇലക്ട്രോളിസിസ് ആണ് നടക്കുന്നതെങ്കിൽ എന്താണെന്നറിയാമോ? കാഥോഡിലായിരിക്കും ഓക്സിഡേഷൻ നടക്കുന്നത്. തിരിഞ്ഞു പോരുത്. അവിടെ നിന്ന് പഠിച്ചോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കാഥോഡ് അവിടെ ഓക്സിഡേഷൻ ആയാണല്ലേ റിഡക്ഷൻ അല്ലേ പഠിച്ചതെന്നും പറഞ്ഞിരിക്കരുത്. ഇവിടെ ഇലക്ട്രോളിസിസിൻ്റെ കേസിൽ നേരെ തിരിച്ചാ പറയുന്നത്. കാഥോഡിൽ നടക്കുന്ന എന്തായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും. റിഡക്ഷൻ നടക്കുന്ന അപ്പോൾ എവിടെ ആയിരിക്കും? ആനോഡിലായിരിക്കും. ക്ലോറിൻ്റെ എന്ത് ചെയ്യും? ആ ഇലക്ട്രോണിനെ മേടിച്ച് ക്ലോറൈഡായിട്ട് അല്ലെങ്കിൽ ക്ലോറൈനായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, വലിയ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പഠിക്കാനില്ല. പറയുന്നത് ഇത്രയേ ഉള്ളൂ. സോഡിയം ക്ലോറൈഡിൻ്റെ മോൾട്ടൺ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ മോൾട്ടൺ സബ്സ്റ്റൻസ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലാണ് നമ്മൾ എടുക്കുന്നത് ഇലക്ട്രോലൈറ്റിനെ എങ്കിൽ ഇലക്ട്രോളിസിസ് നടക്കുമ്പം സോഡിയം എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Na+ ആയിട്ട് മാറും. ക്ലോറിൻ ഇലക്ട്രോണെ സ്വീകരിച്ച് Cl ആയിട്ട് മാറും. പക്ഷേ ഇതിവിടെ നടക്കുന്ന നേരെ തിരിച്ചായിരിക്കും. നമ്മൾ അവിടെ പഠിച്ച ആനോഡ് കാഥോഡ് എന്ന് പറയുന്ന സാധനം ഇലക്ട്രോളിസിസിൻ്റെ കേസിൽ വരുമ്പോൾ നേരെ തിരിയും. അവിടെ ആനോഡ് ഓക്സിഡേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ ആനോഡ് റിഡക്ഷൻ, അവിടെ കാഥോഡ് റിഡക്ഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ കാഥോഡ് റിഡക്ഷൻ ആയിരിക്കും. ആ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറൊരൊറ്റ വ്യത്യാസവും ഇല്ല. ഓക്കെ, ഇത് ഈ കേസിൽ. ഇനി അതല്ല, ഈ സോഡിയം ക്ലോറൈഡിനെ സൊല്യൂഷനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അവിടെ വീണ്ടും വേറൊരു വ്യത്യാസം വരും. എന്താണെന്നറിയാമോ? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആകുമ്പോഴത്തേക്കും അവിടെ ആരുടെയൊക്കെ പ്രസൻസ് ഉണ്ട്? സോഡിയം Na+ൻ്റെ പ്രസൻസ് ഉണ്ട്, Cl- പ്രസൻസ് ഉണ്ട്, H+ൻ്റെ പ്രസൻസ് ഉണ്ട്, ദെൻ ആരുടെ പ്രസൻസ് ഉണ്ട്? OH- പ്രസൻസും ഉണ്ട്. ആരുടെയൊക്കെ പ്രസൻസ് ഉണ്ട്? Na+ ഉണ്ട്, Cl- ഉണ്ട്, H+ ഉണ്ട്, OH- ഉണ്ട്. ഈ H+OH- കൊടുക്കുന്നത് അത് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സൊല്യൂഷൻ ആകുമ്പോൾ അവിടെ ആരുടെ പ്രസൻസ് ഉണ്ട്? വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അവിടെ സൊല്യൂഷൻ ആകുമ്പോഴത്തേക്കും അവിടെ എന്താണെന്ന് പറയാൻ നടക്കുന്നത്? ഈ റിയാക്ഷൻ, അതായത് മോൾട്ടൺ സ്റ്റേറ്റിൽ എഴുതിയ റിയാക്ഷനിൽ നിന്നും വേറൊരു റിയാക്ഷൻ ആയിരിക്കും അവിടെ പ്രൊസീഡ് ചെയ്യുന്നത്. ഇങ്ങനെ ആയിരിക്കും പ്രൊസീഡ് ചെയ്യുന്നത്. ആനോഡ് കാഥോഡ് എന്ന് പഠിച്ചില്ലേ? ഇപ്പം കാഥോഡിൽ എന്ത് നടക്കുമെന്നാണ് പഠിച്ചത്? ഇപ്പം കാഥോഡിൽ ഓക്സിഡേഷൻ, ഇലക്ട്രോളിസിസ് നടന്നാൽ കാഥോഡിൽ ഓക്സിഡേഷൻ ആയിരിക്കും. ആര് നടത്തുമെന്ന് അറിയാമോ? ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് എന്തായിട്ട് മാറും? ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറും. ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറും. ഇനി അതിൽ ആനോഡിൽ എന്ത് നടക്കുമെന്നാണ് പഠിച്ചത്? റിഡക്ഷൻ നടക്കും. എന്ത് ചെയ്യും? ക്ലോറിൻ ആ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറും? ക്ലോറിൻ ആയിട്ട് മാറും. ഓക്കെ, ഇത് ലിബറേറ്റ് ചെയ്യും. ഇനി Na+ഉം OH- ഇല്ലേ, അത് രണ്ടും കൂടി ചേർന്ന് എന്തായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് അറിയാമോ? NaOH ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. എന്തായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും? NaOH ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോളിസിസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. ആ നേച്ചർ പറയുമ്പം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെയാണ് എടുത്തത്. അതിൻ്റെ മോൾട്ടൺ സ്റ്റേറ്റ് പറയുമ്പോഴത്തേക്കും Na+ ഉണ്ട്, Cl- ഉണ്ടെന്നറിയാം മോൾട്ടൺ സ്റ്റേറ്റ് ആകുമ്പോഴും. അപ്പം സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Na+ ആവും. Cl- എന്താ ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറും? Cl ആയിട്ട് മാറും. വീണ്ടും അവിടെ Na+ഉം Cl-നും കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ആനോഡ് കാഥോഡ് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, കാഥോഡ് ഓക്സിഡേഷൻ നടത്തും, ആനോഡ് റിഡക്ഷൻ നടത്തും, ഇലക്ട്രോളിസിസ് ആയതുകൊണ്ട്. ഇനി അതല്ല, ഇതേ സോഡിയം ക്ലോറൈഡിനെ സൊല്യൂഷനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അവിടെ സോഡിയം അയോണ് ക്ലോറിൻ അയോണും മാത്രമല്ല വാട്ടറും ഉണ്ടായിരിക്കും, H+ ഉണ്ട്, OH- ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് റിയാക്ഷൻ നടത്താം? ഹൈഡ്രജന് ക്ലോറിനുമായിട്ട്, അതായത് സോഡിയം ക്ലോറൈഡിൽ നിൽക്കുന്ന ക്ലോറൈഡും വാട്ടറിലുള്ള ഹൈഡ്രജനുമായിട്ടായിരിക്കും അവിടെ എന്ത് നടത്തുന്നത്? റിയാക്ഷൻ നടക്കുന്നത്. ബാക്കി Na+ഉം OH- കൂടി കമ്പൈൻ ചെയ്ത് എന്ത് ഡെപ്പോസിറ്റ് ചെയ്യും? NaOH ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് നേച്ചർ. ഒരെണ്ണം മോൾട്ടൺ സ്റ്റേറ്റിലും ഒരെണ്ണം സൊല്യൂഷൻ സ്റ്റേറ്റിലും എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ആ റിയാക്ഷൻ അങ്ങ് മാറി. ഇലക്ട്രോളിസിസിൻ്റെ കേസിൽ വന്നപ്പോഴത്തേക്ക് ആ റിയാക്ഷൻ ഓൾറെഡി മൊത്തത്തിൽ എന്ത് ചെയ്തു? ഷിഫ്റ്റിംഗ് ആയിട്ട് പോയി. അതാണ് ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ നേച്ചർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിൻ്റെ നേച്ചർ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ ആയിരിക്കും. അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഫാക്ടർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ദെൻ രണ്ടാമത്തെ ഫാക്ടർ എന്താ പറഞ്ഞേക്കുന്നത്? ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് യൂസ്ഡ്. എന്ത് ടൈപ്പ് ഇലക്ട്രോഡാണ് നമ്മൾ യൂസ് ചെയ്തത് എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ പരിഗണനയിൽ എടുക്കണം. ഓക്കെ, പ്ലാറ്റിനം, പലേഡിയം പോലുള്ള
പ്രീഷ്യസ് മെറ്റൽ ആണെങ്കിൽ, അതായത് സാധാരണ ഇലക്ട്രോളിസിസിലൊന്നും പങ്കെടുക്കാതെ അല്ലെങ്കിൽ ആസിഡിൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ സൊല്യൂഷനോ മോൾട്ടൺ സ്റ്റേറ്റിലോ ഒന്നും ഇവർ റിയാക്ട് ചെയ്യത്തില്ല, അവർ പ്രീഷ്യസ് ആയിരിക്കും, കുറച്ച് കുലീന എന്ന് പറയും. ഓക്കെ, പ്ലാറ്റിനം പലേഡിയം പോലുള്ള മെറ്റലാണെങ്കിൽ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്തെങ്കിൽ ദേ ഡസ് നോട്ട് അണ്ടർഗോ എനി കെമിക്കൽ റിയാക്ഷൻ, എന്ത് ചെയ്യത്തില്ല, ഒരു റിയാക്ഷനും അണ്ടർഗോ ചെയ്യത്തില്ല, യാതൊരുവിധ കെമിക്കൽ റിയാക്ഷൻസിനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അണ്ടർഗോയിങ്ങിൽ പങ്കെടുക്കില്ല. ഇനി അതല്ല, വെരി റിയാക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റൽ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു മെറ്റൽ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, സപ്പോസ് ഏതെങ്കിലും ഒരു റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ദേ വിൽ അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻസ്, ഉറപ്പായിട്ടും കെമിക്കൽ റിയാക്ഷൻസിനകത്ത് പങ്കെടുത്തിരിക്കും. ഓക്കെ, അപ്പം ഉപയോഗിക്കുന്ന ഇലക്ട്രോഡിൻ്റെ നേച്ചർ അനുസരിച്ച് ഇലക്ട്രോളിസിസിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, പ്ലാറ്റിനം പോലുള്ള മെറ്റൽ ഇലക്ട്രോഡുകളാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യത്തില്ല, പങ്കെടുക്കില്ല. അതല്ല, വെരി റിയാക്റ്റീവ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും മെറ്റൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കും, അവർ ആ റിയാക്ഷനിൽ പങ്കെടുത്തിരിക്കും. ക്ലിയർ ആണല്ലോ. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് പ്രസൻറ്റ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് പ്രസൻറ്റ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സൊല്യൂഷനകത്തോ അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലോ ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജൻറ്റോ അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻറ്റോ പ്രസൻസ് ഉണ്ടെങ്കിൽ ദ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന റിയാക്ഷൻ എന്ത് ചെയ്യത്തില്ലെന്നറിയാമോ, ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന റിയാക്ഷൻ ലോ പൊട്ടൻഷ്യലിൽ എന്ത് ചെയ്യത്തില്ല, നടക്കില്ല. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് എനി സ്പീഷ്യസ് ഓഫ് അണ്ടർഗോയിങ് ഓക്സിഡൈസിങ് ഓർ റെഡ്യൂസ് ചെയ്യാനോ ഓക്സിഡൈസ് ചെയ്യാനോ ഉള്ള ഏതെങ്കിലും ഒരു സ്പീഷ്യസ്, ഏതെങ്കിലും ഒരു സംഭവം നമ്മൾ നടത്തുന്ന ഇലക്ട്രോളിസിസിനകത്തുള്ള ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാധാരണ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു ലോ പൊട്ടൻഷ്യൽ എന്ത് നടത്തില്ല, ഇലക്ട്രോളിസിസ് നടത്തില്ല. അപ്പോൾ ഇലക്ട്രോളിസിസ് നടത്താൻ വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു ചെറിയ എമൗണ്ട്, സം എമൗണ്ട് ഓഫ് ഒരു പൊട്ടൻഷ്യൽ എന്ത് ചെയ്യണമെന്നറിയാമോ, നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. സം എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ, എക്സ്ട്രാ പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും, പുറത്തുനിന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും. ദ പൊട്ടൻഷ്യൽ ഈസ് കാൾഡ് ഓവർ പൊട്ടൻഷ്യൽ ഓർ ഓവർ വോൾട്ടേജ് എന്നും പറയാറുണ്ട്. എന്താണ് ഓവർ പൊട്ടൻഷ്യൽ ഓർ ഓവർ വോൾട്ടേജ്? ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഓവർ പൊട്ടൻഷ്യലും ഓവർ വോൾട്ടേജും എന്താണെന്ന്. എന്താണ് സം oxidizing and reducing agent present in the electrolysis reaction. The electrolysis reaction takes place does not take place low potential എന്ത് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആ കിട്ടിയ പൊട്ടൻഷ്യൽ അവരെന്ത് ചെയ്യത്തില്ല, റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല, ഓക്സിഡൈസിങ് റെഡ്യൂസിങ് നടക്കത്തില്ല. അങ്ങനെ വരുമ്പം ഒരു എക്സ്ട്രാ സം പൊട്ടൻഷ്യൽ, കുറച്ച് പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കേണ്ടി വരും, പുറത്തുനിന്ന് അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ കൊടുക്കേണ്ടി വരുന്ന സം എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യലിനെ, ഒരു കൊടുക്കേണ്ടി വന്ന എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണെന്ത്, ഓവർ വോൾട്ടേജ് ഓർ ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറയും. ഓക്കെ, അപ്പം ഒരു ഇലക്ട്രോളിസിസിൻ്റെ സഹായിക്കുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് പറഞ്ഞു, ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ, അവിടാണ് ഓവർ വോൾട്ടേജ് അല്ലെങ്കിൽ ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നൊരു ടേം വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഫാരഡേസ് രണ്ട് ലോ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഉണ്ടായിരുന്നു. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇലക്ട്രോളിസിസ് നടക്കുമ്പം ഏതൊക്കെ സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഒരു ഇലക്ട്രോളിസിസിനെ എന്ത് ചെയ്യുന്നത്, അഫക്റ്റ് ചെയ്യുന്നത് എന്നതുമാണ് നമ്മളിപ്പം പറഞ്ഞു നിർത്തിയത്. ക്ലിയർ ആണല്ലോ. ഓക്കെ.